നമസ്കാരം. പ്രകൃതി സുകൃതിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. പ്രകൃതി ജീവന പാത പിന്തുടരുന്നവരോട് പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഈ രീതി ശീലിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ, ധാതുക്കൾ, പ്രോട്ടീനുകൾ എന്നിവ ലഭ്യമാകുമോ, ആവശ്യത്തിന് ഊർജമുണ്ടാകുമോ, നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള പല സംശയങ്ങളും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നൽകുന്ന ഒരു മറുപടി ആനയുടെ ഒരു ഭക്ഷണത്തെക്കുറിച്ചും ആനയുടെ ഒരു ഊർജത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ഇന്ന് കരയിൽ കാണുന്ന ഏറ്റവും വലിയ ജീവികളിലൊന്നാണ് ആന. അതോടൊപ്പം തന്നെ ശക്തിയുടെ കാര്യത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആനയുടെ ഭക്ഷണം എന്താണ്? കാട്ടിൽ നിന്ന് കിട്ടുന്ന വൃക്ഷലതാദികൾ, അതേപോലെ തന്നെ പഴങ്ങൾ, പ്രധാനമായിട്ടും പനമ്പട്ട. അപ്പം ഈ ഒരു ഭക്ഷണത്തിൽ നിന്നാണ് അത്രയും എനർജി, അത്രയും ഊർജവും അത്രയും ആകാരവും ഒക്കെ ആനയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ ജീവിക്കും അതിന് വിധിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണമുണ്ട്. മനുഷ്യന് വിധിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും പിന്നീടാണ് ധാന്യങ്ങളും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ പെടുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ധാന്യങ്ങളെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു പോരായ്മ. ഈ ധാന്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് അരി അല്ലെങ്കിൽ ഗോതമ്പ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം. ഇന്ന് ധാരാളം ചെറുധാന്യങ്ങൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. റാഗി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രചാരമുള്ളൊരു ചെറുധാന്യമാണ് ഫ്ലാക്സീഡ് അഥവാ ചണവിത്ത്. അപ്പം ഇന്ന് ഞാൻ ഈ ചണവിത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചണവിത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഗുണങ്ങളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബുകളിലൊക്കെ ലഭ്യമാണ്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് കുറവാണ്. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്. അത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ്. പലപ്പോഴും ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കാറുള്ളത് മാംസാദികൾ കഴിക്കണമെന്നാണ്, അതല്ലെങ്കിൽ ചെറുമീനുകൾ ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. അപ്പം ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ നല്ലൊരു കലവറയാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പം മാംസാദികൾ ഉപയോഗിക്കാത്തവർക്ക്, പ്രകൃതി രീതികൾ പിന്തുടരുന്നവർക്ക്, അതല്ല വീഗൻസ് എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും ഗുണം നൽകുന്നതാണ് ഫ്ലാക്സീഡ്. അപ്പോൾ ഇത് ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക്, നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനെ തടയും. അതുപോലെ തന്നെയാണ് ദഹന പ്രതിസന്ധി. ഇതിലുള്ള ഫൈബർ കണ്ടൻറ്റ് ദഹനശക്തിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ മലശോധനയ്ക്ക് വളരെ എളുപ്പം ഗുണകരമാണ്. കൂടാതെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസർ പോലെ, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ പോലെ, പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോള്, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഫ്ലാക്സീഡിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്ക്, അമിത രക്തസ്രാവം, അതുപോലെ തന്നെ ശരീരവേദന, കൂടാതെ ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ട് ഫ്ലാക്സീഡിൻ്റെ ഉപയോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക്, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായ ഒരുപാട് വിറ്റാമിനുകളും അതേപോലെ തന്നെ മിനറൽസും ഫൈബർ കണ്ടൻറ്റുകളൊക്കെ സുലഭമായിട്ടടങ്ങിയിട്ടുള്ള ഈ ചണവിത്ത്, ഫ്ലാക്സീഡ് നിർബന്ധമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏറ്റവും നല്ലത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇത് അതേപടി ഉപയോഗിക്കുന്നതാണ്. നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അതല്ലെങ്കിൽ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം. അപ്പം ഇത് അത്ര സ്വാദുള്ള ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അത്രയ്ക്ക് സ്വാദുള്ള ഒരു പാനീയമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഞാൻ ഫ്ലാക്സീഡ് ഉപയോഗിച്ചിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കുന്ന വിധമാണ് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് നല്ലതാണ്.
അതുമൂലം ഉണ്ടാകുന്ന അമിത ക്ഷീണം, അതേപോലെ തന്നെ പലർക്കും കണ്ടുവരുന്നതാണ് വിറ്റാമിൻ B12 കുറവ്. അതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തളർച്ച, വായിലുണ്ടാകുന്ന പുണ്ണ്, ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ ഈ ജ്യൂസ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ച ഒന്ന് സ്ഥിരമായിട്ട് ഇതൊന്ന് കുടിച്ചു നോക്കുക. ആദ്യമായിട്ടൊക്കെ ഫ്ലാക്സീഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ വളരെ കുറച്ച് അളവ് മാത്രമേ ഉപയോഗിക്കാറൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്ന ജ്യൂസിൽ ഫ്ലാക്സീഡ് കൂടാതെ 2 ചേരുവകളൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴമാണ്, മറ്റൊന്ന് തേങ്ങാപ്പാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഫ്ലാക്സീഡിൻ്റെ പ്രത്യേകത, ഇത് പൊടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് അതേപടി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 സ്പൂണ് ഫ്ലാക്സീഡ്, 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡാണ് ഉപയോഗിച്ചത്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ കുറച്ചും കൂടെ കുറച്ച് അളവെടുക്കുക. 1/4 സ്പൂണ് തൊട്ട് തുടങ്ങുക, അടുത്ത ദിവസം 1/2 സ്പൂൺ ആക്കുക. അങ്ങനെ അളവ് കൂട്ടി കൊണ്ടുവരിക. മാക്സിമം 1 സ്പൂണ് ഫ്ലാക്സീഡ് ഒരു ദിവസം ഉപയോഗിക്കാം. അതിലേക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം അരഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ഈത്തപ്പഴം ചേർക്കാം. ഞാനിവിടെ 3 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കുരു കളഞ്ഞ് അതിലേക്ക് ചേർത്ത് വീണ്ടും അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായി കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഈ സമയത്ത് നമ്മൾ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. കുറേയും കൂടെ സ്വാദും അതേപോലെ തന്നെ തേങ്ങയുടെ ഗുണങ്ങളും പോഷകങ്ങളൊക്കെ കിട്ടാൻ അതുകൂടി സഹായിക്കും. അപ്പോൾ ഈ 3 ചേരുവകൾ കൂടി ചേർത്ത് നല്ലൊരു ജ്യൂസ്, നല്ല ഒരു എനർജി സപ്ലിമെൻറ്റ് നമുക്കിതിലൂടെ തയ്യാറാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ നല്ലൊരു ആരോഗ്യപ്രദായകമായ ഒരു ജ്യൂസ്, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് തയ്യാറാക്കി. ഒരാഴ്ച ഇത് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്ത് മാറ്റം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം.